കരിയറിൽ അടുത്തത് എന്താ ഉണ്ടാവാൻ പോണത്? എന്തെങ്കിലും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടോ? ഇല്ലച്ചാ എന്തെങ്കിലും ഒരു പുതിയ ന്യൂസ് വരുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവാൻ പോകുന്നുണ്ടോ? നമ്മൾക്ക് ഇതൊക്കെ നോക്കാം നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്ങിൽ. എന്താ ഗൈഡൻസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്താണ് പുതിയതായി നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവാൻ പോണത്? അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. ഗൈഡൻസ് വരണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താണ് ഇപ്പോഴത്തെ കരിയർ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയർ എനർജി എന്താണ്? ഇപ്പോഴത്തെ കരിയർ എനർജി നിങ്ങൾക്ക് ഈ കാർഡാണ് വന്നിരിക്കണേ. യാ, അപ്പം ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയർ എനർജിയിൽ ഒരു സ്ലോ മൂവിങ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറേ ഒരു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ കരിയറിനെ കുറിച്ച്. എന്താ വെച്ചാൽ എല്ലാം ഒരു റുട്ടീൻ മാതിരിയാണ് പോണത്, ഒന്നും മുമ്പോട്ടേക്ക് പോവില്ല, അങ്ങനത്തെ ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. എവിടെയോ ഇത് ഞാനൊരു ഡെസ്റ്റിനിയുടെ കാർഡാണ് കാണുന്നത്, സമയത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയാൻ നോക്കുന്നത് എന്താ വെച്ചാൽ എന്തോ നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ മാറ്റം പറയുന്നത് ഒരു സഡൻ ട്വിസ്റ്റ് ആയിരിക്കും, ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും. എന്താ വെച്ചാൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്വിസ്റ്റാണ്. എന്തോ ചേഞ്ച് ആവുന്നുണ്ട്. ആ ശരിയായി സമയമാവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ തന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേഷൻ യൂണിവേഴ്സ് തരാൻ നോക്കുന്നുണ്ട്. അത് ഇവിടെ എന്തോ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴത്തെ ബ്ലോക്ക് നമ്മൾക്ക് നോക്കാം. ഇപ്പോഴത്തെ ബ്ലോക്ക് എന്താണ്? ഇപ്പോഴത്തെ ബ്ലോക്ക് എന്താ വെച്ചാൽ ഈ കാർഡാണ് വന്നിരിക്കണേ. ഒരു സ്റ്റാഗ്നൻസി, ഒരു ക്വയറ്റ് എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സൈലൻ്റ്ലി ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇതൊരു റെസ്റ്റ് പീരിയഡ് എന്ന് നമ്മൾക്ക് കരുതാം. എന്താ വെച്ചാൽ ആക്ടിവിറ്റി വൈസ് ഓർ ആക്റ്റീവ് ചേഞ്ചസ് ഒന്നും ഞാൻ കാണുന്നില്ല നിങ്ങളുടെ കരിയറിൽ. അതുകൊണ്ട് നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ സ്റ്റക്കായി പോയിന്ന്. ആ സെയിം റൂട്ടീൻ, ആ സെയിം മാതിരി കാര്യങ്ങൾ, ഒന്നും ഒരു ചേഞ്ച് ഇല്ല, ഒരു മാറ്റം ഇല്ല, ഒരു പ്രോഗ്രസ് ഇല്ല. അങ്ങനെയാണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഞാൻ കാണുന്നത് എവിടെയോ നിങ്ങൾ കുറേ സമയമായിട്ട് ഇത് ഒരു ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഒന്നും ശരിയായി പോകുന്നില്ല, ഒന്നും മുമ്പോട്ടേക്ക് പോകുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ, ചില പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നു, അത് ഒന്നും പ്രോഗ്രസ് ചെയ്യണില്ലാന്ന്. അപ്പോൾ എന്താ ഈ പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോണത്? നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്. ഈ പുതിയ ഓപ്പർച്യൂണിറ്റി കുറേ ഒരു എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് ആയിരിക്കും. ചിലവർക്ക് ഇത് ക്രിയേറ്റീവ് ലൈനിലാണ്. അപ്പോൾ ക്രിയേറ്റീവ് ലൈനിൽ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഞാൻ ഇവിടെ ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷേ ക്രിയേറ്റീവ് ലൈനിലല്ലാച്ചാലും ഇവിടെ ഞാൻ ഒരു പാഷൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പാഷനറ്റ്ലി ഇതിനെ പെർസ്യൂ ചെയ്യും. എന്ന് വെച്ചാൽ ഇത് വരുമ്പോൾ, ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ കുറേ എക്സൈറ്റഡ് ആവും. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, കുറേ എക്സൈറ്റിംഗ് നല്ല ബിഗിനിങ് ആയിരിക്കും. പക്ഷേ ഇതിലും നിങ്ങൾക്കൊരു ധൈര്യം വേണം ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. എന്താ വെച്ചാൽ എവിടെയോ ഞാൻ കാണുന്നത് ഇത് വരണത് ചില ചാലഞ്ചസിൻ്റെ കൂടെയാണ്. ഓക്കെ, എന്തോ വരണത് ചില മേജർ ഡിസിഷൻസും ഉണ്ട് അതിൽ.
അപ്പോൾ ചിലവർക്ക് ഈ ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ എന്ന് അത് നിങ്ങൾക്ക് നോക്കണം. അതിൻ്റെ ഒരു ധൈര്യം വേണം. എന്താ വെച്ചാൽ മേ ബി നിങ്ങളൊരു സ്റ്റേബിൾ ജോബിലാണ്, ഗ്രോത്ത് ഇല്ല വെച്ചാലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നല്ല പറയണേ, പക്ഷെ ആ ജോബ് ചേഞ്ച് ഈ സമയത്ത് വേണോ, ഈ പുതിയ ക്ലയൻറ്റ് വരണം വെച്ചാൽ അത് ശരിയാണോ, ഒരു പുതിയ ബിസിനസ് ആണ് വെച്ചാൽ ഇതെനിക്ക് വർക്കാവോ, അങ്ങനെ കുറേ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട്സ് ഉണ്ടാവാം, പേടി ഉണ്ടാവാം. അതിനൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ? ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ബോൾഡ് ഡിസിഷനിൽ ബോൾഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് വരാൻ പോണത് ഈ പുതിയ ഓപ്പർച്യൂണിറ്റി? ഇത് ഒരു അറിയാത്ത ഒരു മിസ്റ്ററി എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇത് വരുന്നുണ്ടാവുക. ഞാൻ ഇവിടെയും അത് പറഞ്ഞിരുന്നു, ഒരു ചേഞ്ച് വരുന്നത് കുറേ അൺഎക്സ്പെക്റ്റഡ് തരത്തിലാണ്. ചിലവർക്ക് ഇത് ഒരു പുറമേന്ന് പറയണ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ മേ ബി ഈ പുതിയ ഓപ്പർച്യൂണിറ്റി പറയണത് ചിലവർക്ക് അബ്രോഡായിരിക്കാം, ഇല്ലെച്ചാൽ വേറൊരു സിറ്റി, വേറൊരു സ്റ്റേറ്റിലാവാം. ട്രാവൽ എനർജി കാണാണ്ട്. അതല്ലാച്ചാൽ ഇത് മേ ബി കമ്പനി എവിടെയോ പുറമേ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്ഥലത്തേക്ക് അവിടെ തന്നെയാണ് ജോലി ഉണ്ടാവുക, പക്ഷെ എവിടെയോ ഈ കമ്പനിയിൽ വെച്ചാൽ ഈ പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ ലിങ്ക് പുറമേയുള്ള സ്ഥലത്തിൻ്റെ കണക്ഷനിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ലൈക്ക് ഒരു ട്രാവൽ കണക്ഷൻ ഉണ്ട്, ഇല്ലേച്ച ഒരു ഡിസ്റ്റൻസിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഡിസ്റ്റൻസ് റിലേറ്റഡ് പറഞ്ഞാൽ ഈതർ നിങ്ങളുടെ ഹെഡ് ഓഫീസ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അതല്ലച്ചാൽ ഈ കമ്പനിയുടെ ബേസ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ഇല്ലേച്ച നിങ്ങൾക്ക് തന്നെ ട്രാവൽ ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫറബിൾ ജോബ് അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ എന്തോ ഞാൻ കാണുന്നത് ഒരു മാറ്റം വരുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി വരണതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വരണത്. ആൻഡ് നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇത് പുറമെ ഒരു കൺട്രിയിൽ വെച്ച സ്റ്റേറ്റ് സിറ്റി പോകാനുള്ള ഒരു ചാൻസും ചിലപ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ആക്ഷൻ എടുക്കുക, എന്താണ് ആക്ഷൻ എടുക്കാൻ പറയണത് യൂണിവേഴ്സ് ഇവിടെ? എന്താ ആക്ഷനാണ് യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് എടുക്കേണ്ടത്? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയണത് കുറേ പ്രാക്ടിക്കലായിട്ട് വേണം തീരുമാനം എടുക്കാൻ. ഓക്കെ, ഇതൊരു ഇമോഷണൽ ഡിസിഷൻ അല്ല, പ്രാക്ടിക്കൽ ഡിസിഷനാണ് എടുക്കേണ്ടത്. എവിടെയോ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൺസൾട്ടേഷൻ ചെയ്യണത് നിങ്ങളുടെ ബോസ് ഇല്ലാച്ച ഹയർ അപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ തീരുമാനം എടുക്കുക. ഇല്ലാച്ചാൽ എന്തോ ഒരു ഗ്രൂപ്പ് എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ചിലവരെ നിങ്ങളുടെ മേ ബി ഫാമിലി മെമ്പറും ആവാം, ലൈക്ക് നിങ്ങളുടെ പേരൻസ് ഇല്ല ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എടുത്തിട്ട് വേണം ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ നിയർ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഔട്ട്കം? ഞാൻ കാണുന്നത് ഒരു വലിയ ചേഞ്ച് ആണ് വരണേ. ഓക്കെ, അപ്പോൾ ഇതൊരു ഡെഫിനറ്റ് ചേഞ്ച് ആണ്, ഇതൊരു പെർമനൻറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. കുറേ ഞാൻ സക്സസിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്, എന്തോ ഒരു സെലിബ്രേറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്, നിങ്ങളെ കുറേ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്, നിങ്ങളെ എവിടെയോ സ്പോട്ട് ലൈറ്റിലാണ്. അപ്പോൾ ഈ വരണ ഓപ്പർച്യൂണിറ്റിയും നിങ്ങളെ ഒരു സ്പോട്ട് ലൈറ്റിൽ ഇടണ എനർജി കാണുന്നുണ്ട്, കുറേ റെക്കഗ്നിഷൻ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് കിട്ടണ കമ്പനി ആ ജോബ് ഒരു നല്ല പ്രസ്റ്റിജിയസ് ജോബ് ആയിരിക്കാം, ഇല്ലച്ചാൽ കമ്പനി കുറേ ഒരു ഫേമസ് കമ്പനി ആവാം. അതുമല്ലച്ചാൽ മേ ബി ക്ലൈൻറ്റ് ഇല്ലച്ചാൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മാറ്റം, ഒരു നല്ല ബിഗിനിങ്, അങ്ങനത്തെ എന്തോ ഒരു വലിയ കാര്യമാണ് ഇത്. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണു, ഇതിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യണു നിങ്ങളുടെ കൂടെ. നിങ്ങളും ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ ഇത് സെലിബ്രേറ്റ് ആണ് ചെയ്യണത്. അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് ഇത്. അപ്പോൾ എന്താണ് ഫൈനൽ അഡ്വൈസ്? ഫൈനൽ അഡ്വൈസ് പറയണത് എന്താ വെച്ചാൽ ആദ്യം ഞാൻ പറയണ മാതിരി ക്ലിയർ ആയിട്ട് ഒരു തീരുമാനം എടുക്കാണ്ട് പ്രാക്ടിക്കലായിട്ട് വേണം തീരുമാനം എടുക്കുക.
ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ടാരോ കണ്ടിട്ട് ഒരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ആലോചിക്കണം, കുറേ റീസെർച്ച് ചെയ്യണം. ഓക്കെ, എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ ഭാവിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ റീസെർച്ച് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആൾക്കാരോട് ചോദിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലിയർ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ അഡ്വൈസാണ് തരണത്. റീസെർച്ച് ചെയ്തിട്ട് ഇതൊരു നല്ല പാർട്ട്ണർഷിപ്പ് ആവുമോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഞാനിവിടെ കാണുന്നത് ഒരു നല്ല പാർട്ട്ണർഷിപ്പ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവാം, ഇല്ലച്ചാൽ ജോബ് ആവാം. എന്തായാലും ഇതൊരു നല്ല യോജിപ്പായിരിക്കും ഈ കമ്പനി, ഈ ജോബ്, ഈ പ്രൊഫൈൽ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർ ആയിട്ടൊരു തീരുമാനം എടുക്കാനാണ് ഇവിടെ പറയണത്. ഓക്കെ, വെരി പ്രാക്ടിക്കൽ തരത്തിൽ, ഇമോഷണൽ ആയിട്ടല്ല, പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. ആൻഡ് എന്താണ് ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓറക്കിൾ മെസ്സേജ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ലെഗസി മേക്കർ. യു ആർ സിറ്റിംഗ് ഇൻ സക്സസ്, നോട്ട് ജസ്റ്റ് വെൽത്ത് ബട്ട് വിസ്ഡം. സ്റ്റെബിലിറ്റി ഫ്ലോസ് ത്രൂ യു. ഷെയർ ജനറസ്ലി, ബിൽഡ് കോൺഷ്യസ്ലി, ടേക്ക് പ്രൈഡ് ഇൻ വാട്ട് യു ഹാവ് കൾട്ടിവേറ്റഡ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ഒരു ടേർണിംഗ് പോയിന്റ് ആണ്. എന്താ വെച്ചാൽ നിങ്ങളൊരു ലെഗസിയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് തീരുമാനമായിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റി പറയണത് നിങ്ങൾ കുറേ സമയം വരെ ഈ ഡിസിഷനെ സെലിബ്രേറ്റ് ചെയ്യും. എന്താ വെച്ചാൽ അതിൻ്റെ ഔട്ട്കം പറയണത് ഒരു ലോങ് ടേം ഔട്ട്കം ആയിരിക്കും. നിങ്ങൾ എവിടെയോ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻസും ഇതിനെ ലൈക്ക് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ കമൻസിൽ യെസ് എന്ന് എഴുതുക, ഐ റിസീവ് എന്ന് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഈ പേഴ്സണൽ റീഡിങ്സിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.